തുടങ്ങി സംസാരിക്കാൻ പറ്റില്ല. അതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. യു ഷുഡ് ഗോ ഫോർ സെക്കൻഡ് വീഡിയോ എടുക്കാം. യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന നമ്മുടെ ഹെഡിന്റെ അകത്തുണ്ട്. Hello, this is Agasha and welcome to my YouTube channel. So, ഒരു വ്ളോഗ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഞാൻ ഇതുവരെ പണ്ട് പെർഫോമൻസിനൊക്കെ പോയിരുന്ന സമയത്തുണ്ടായിരുന്ന വീഡിയോസ്, എൻ്റെ സ്കൂളിൽ ഞാൻ പാടിയ വീഡിയോസ്, അങ്ങനത്തെ പിന്നെ ഞാൻ സ്വന്തം എഡിറ്റ്സ്, ഐ ലവ് എഡിറ്റിംഗ് വീഡിയോസ്. സോ ഞാൻ അങ്ങനെ കുറേ വീഡിയോസൊക്കെ ഞാനിങ്ങനെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാന്നുള്ളത് എൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഇതുവരെ ഞാൻ യൂട്യൂബ് ചാനൽ കിട്ടില്ല. ഇതെനിക്ക് ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യുമെന്ന് പോലും എനിക്കറിയില്ല. ഇപ്പം എനിക്ക് പെട്ടെന്ന് ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് തോട്ട് ഒരു വീഡിയോ എടുത്ത് വെക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ബോറടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കണം എന്ന് എനിക്ക് ഇങ്ങനെ തോന്നി. അപ്പോൾ ഞാനിങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. മൈ ഫസ്റ്റ് വീഡിയോ. ആക്ച്വലി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാന്ന് വെച്ചിട്ട് കുറേ ആയി. ഒരുപാട് പാരൻസ് ആക്ച്വലി നല്ല സപ്പോർട്ടാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി ഓരോന്ന് പുതിയതായിട്ട് ചെയ്യുന്ന കാണുമ്പോൾ നീ പറയും നിങ്ങളെന്തെങ്കിലും പുതിയ ചെയ്യും, നിങ്ങളെന്തെങ്കിലും പുതിയ ചെയ്യും. ഞങ്ങളിങ്ങനെ പാട്ട് പാടുമ്പോൾ അമ്മ പറയും ഇങ്ങനെ യു ഷുഡ് ഗോ ഫോർ സെക്കൻഡ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യും, ഇങ്ങനെ പറയുള്ളൂ. അപ്പം ഞാൻ വിചാരിക്കും ഓക്കെ എന്താ ഒന്നും കുഴപ്പമൊന്നുമില്ല, എന്ത് ചെയ്യാം അങ്ങനെയൊക്കെ വിചാരിച്ച് ഒക്കെ സെറ്റാക്കി എന്നൊക്കെ വിചാരിച്ച് വീഡിയോ എടുക്കുമ്പോഴേക്ക് ആകെ മൂടും. അല്ലെങ്കിൽ ആ പറയുന്ന സമയത്ത് നമുക്ക് സ്പോണ്ടേനിയസ് തോട്ട് വരുമൊക്കെ ചെയ്യാം, വീഡിയോ എടുക്കാം. അങ്ങനെ പാട്ടൊക്കെ പഠിച്ച് എല്ലാം സെറ്റായി വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴേക്ക് പെട്ടെന്ന് ഓൺ ദ സ്പോട്ടിൽ ക്യാമറ ഓഫ്. ആക്ച്വലി എനിക്ക് ആ സമയത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ എടുക്കണം, യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ എപ്പോഴും എനിക്ക് തോന്നുന്നു 3-ാമത്തെ ചാനലാണ്. ഫസ്റ്റ് 2 ചാനലും ഞാൻ ക്രിയേറ്റ് ചെയ്തു, ബാനർ ക്രിയേറ്റ് ചെയ്തു, ഫയൽ പിക്ചർ അപ്ലോഡ് ചെയ്തു, ഔട്ട് ഓപ്ഷൻസ് ഒക്കെ എഡിറ്റ് ചെയ്തു. ലൈക്ക് ഇനി വീഡിയോ അപ്ലോഡ് ചെയ്താൽ മതി. ലൈക്ക് അങ്ങനെ എല്ലാം ചെയ്ത് സെറ്റായിട്ട് ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് വേണ്ട. പിന്നെ ഹയർ സെക്കൻഡറി ആയി, 10th ഹയർ സെക്കൻഡറി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് അധികം ഞാൻ സയൻസ് സ്ട്രീം ആയിരുന്നു എടുത്തത്. അപ്പം വെറുതെ ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പറയും ആ ടൈമിൽ എനിക്ക് യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത് അങ്ങനെ. പക്ഷെ പഠിക്കുന്ന സമയത്ത് അമ്മ വേറെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാമെന്ന് പറഞ്ഞ വേറെ കാര്യം. ഇപ്പം എനിക്ക് എഞ്ചിനീയറിംഗിന് കയറണമെങ്കിൽ പോലും എനിക്ക് നമുക്ക് +2 മാർക്ക് വേണം. എനിക്ക് മെയിനായിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ക്യാമറ ഓൺ ആക്കുമ്പം എനിക്കറിയില്ല, എനിക്ക് അല്ലാതെ ഇതുപോലെ വീഡിയോ എടുക്കാനൊക്കെ എനിക്ക് കുഴപ്പമില്ല. ബട്ട് ക്യാമറ ഓൺ ആക്കി മറ്റൊരാളുടെ മുമ്പെന്ന് വീഡിയോ എടുക്കുക, എനിക്ക് ആ ഒരു എനിക്കിപ്പോഴും അറിയില്ല. ഞാനിപ്പം വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്നെങ്കിൽ ഞാൻ എങ്ങനെ ഒരു പുറത്ത് പോയിട്ട് ഞാൻ എങ്ങനെ ഈ ആൾക്കാരുടെ മുമ്പെന്ന് വ്ളോഗ് എടുക്കും എനിക്കറിയില്ല. ഭയങ്കര എനിക്ക് പ്രോസസ്സിങ്ങിലാണ്. എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് പറയില്ല. ഞാനിപ്പോൾ ഒരു മോളിൽ പോവാണ്, അവിടെ ഞാനൊരു വ്ളോഗ് എടുക്കുക, ഞാനൊരു എങ്ങനെ എടുക്കും എനിക്കറിയില്ല. എനിക്ക് മോളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ വീഡിയോ എടുക്കുന്നത് എനിക്കറിയില്ല. കാരണം ആ ടൈമിൽ മാത്രം ഞാൻ ഇൻട്രോവേർട്ട്. ഓക്കെ, ഞാൻ ആ ഒരു ടൈമിൽ മാത്രം ഇൻട്രോവേർട്ടാവും. എനിക്കറിയില്ല എന്താ ചെയ്യാന്ന്. അപ്പോൾ അതാണ് മെയിൻ പ്രശ്നം. ഓക്കെ, വീഡിയോസ് എടുക്കുന്നത് ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ അതിപ്പോൾ എല്ലാവരും റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പം ഇപ്പം ഞാൻ എന്നെ കുറച്ച് 2 മിനിറ്റ് മുമ്പ് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ വ്ളോഗ് എടുക്കുന്നില്ല, ബട്ട് ചുമ്മാ വോളിലേക്ക് നോക്കിയിരുന്നു ഞാനിങ്ങനെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞിരിക്കുക. പെട്ടെന്ന് ഇങ്ങനെ സ്പോണ്ടേനിയസ് തോട്ട് വന്ന് എന്താ എനിക്ക് വീഡിയോ ഇപ്പോൾ എടുത്തു. അങ്ങനെ പോയി ഇപ്പോൾ ഡ്രസ്സ് മാറി വന്നിരുന്ന് വീഡിയോ എടുക്കുക. സത്യം പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ സോളോ ഷൂട്ട് ചെയ്യാനാണെങ്കിൽ ഐ ആം ഓക്കെ. നമുക്ക് ഒരുപാട് നമ്മളിപ്പോൾ എന്ത് കാര്യം ചെയ്യാൻ പുതിയതായിട്ട് ചെയ്യുകയാണെങ്കിലും നമുക്ക് ആ കാര്യങ്ങൾ പിന്നെയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം മേ ബി ആ ഒരു എന്താ പറയുക ആദ്യത്തെ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിളില്ലേ അത് പോയി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വ്ളോഗ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. പാർക്കിൽ പോവാണ്, ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോവാണ്. സോ അവിടുത്തെ റൈഡിനൊക്കെ കയറുമ്പം എനിക്കിങ്ങനെ ഞാൻ യൂഷ്വലി എടുക്കാറുണ്ട്. ഓക്കെ, വ്ളോഗ് എന്ന രീതിയിലല്ല, എവിടെ അപ്ലോഡ് ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല. ബട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ വീഡിയോസൊക്കെ ഓൺ ആക്കിയിട്ട് ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ വേറെ ആരും ഉണ്ടാവില്ല, ഞാൻ ഒറ്റയ്ക്കായിരിക്കും എടുക്കുന്നത്. മോസ്റ്റ് ഓഫ് ദി ടൈം ഞാനിപ്പോൾ എവിടെ പോയാലും എൻ്റെ കൂടെ എപ്പോഴും സിസ്റ്റർ ഉണ്ടാകും, അച്ഛനും അമ്മയും ഉണ്ടാകും, കുറേ പേരുണ്ടാകും. പിന്നെ എല്ലാവരും ഇങ്ങനെ സോഷ്യലി ഇൻട്രാക്ട് ചെയ്തിട്ട് വ്ളോഗ് എടുക്കാനാണ് താല്പര്യം. പക്ഷേ എനിക്ക് ക്യാമറ കാണുമ്പോൾ ഇപ്പോൾ സംസാരിക്കാൻ വരുമ്പോൾ ഒട്ടും സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് ചില സമയം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഇംഗ്ലീഷ് ബ്ലാങ്ക് ഔട്ട് ആയിരുന്നു. ഒരാൾ നമ്മളോട് ഇംഗ്ലീഷ് സംസാരിക്കാം, നമുക്ക് അങ്ങോട്ട് തിരിച്ച് ഇംഗ്ലീഷ് സംസാരിക്കണം. പക്ഷെ നമുക്ക് അറിയാം എന്താ പറയേണ്ടത്, നമ്മുടെ ഹെഡിൻ്റെ അകത്തുണ്ട്. പക്ഷെ നമുക്ക് പുറത്തേക്ക് വരുന്നില്ല, പ്രോസസ്സ് ആകുന്നില്ല, ബ്ലാങ്ക്
ബ്ലാങ്ക് ആയിപ്പോയി ഇല്ലേ? അതേ സിറ്റുവേഷനാണ് ഞാൻ നോർമലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ, ഒറ്റയ്ക്ക് ഒരു ക്യാമറ വെച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ, അതേ ടോക്ക് മറ്റൊരാളുടെ കൂടെ നിന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, യു ഗോട്ട് ഇറ്റ്? അതാണ് എൻ്റെ പ്രശ്നം. Ladies and gentlemen, we got it. അത് മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എനിക്ക് എന്തായാലും യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ഞാൻ ഉറപ്പിച്ചൊരു കാര്യമാണ്. അതെനിക്ക് എപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഏത് രീതിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം, എന്ത് ടോപ്പിക്കിൽ സ്റ്റാർട്ട് ചെയ്യണം, എനിക്കൊന്നുമില്ല. ഇപ്പം ഞാൻ എൻ്റെ അബൌട്ട് പോലെ ഐ എം ജസ്റ്റ് ഡോക്യുമെന്റിങ് മൈ സെൽഫ്. ഐ വോണ്ട് ഷെയർ വിത്ത് യു. സോ ലൈക്ക് ഒരു കണക്ഷൻ പോലെ മേക്ക് ഇറ്റ് ഗ്രോ പിന്നെ. സോ എനിക്ക് അങ്ങനെ ഒരു യൂട്യൂബ് ചാനലാണ് എനിക്ക് താല്പര്യം. സോ യാ, ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ഒരു ഇൻട്രോ പോലെ ലൈക്ക് എന്താ പറയുക, ഇങ്ങനൊരു വ്യക്തി യൂട്യൂബിൽ വീഡിയോ ഇടാൻ പോകുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ഓണാക്കി വെച്ചിട്ടേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നൊരു കോണ്ടന്റ് ഒന്നുമില്ല. ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വലിയ രീതിയിൽ പ്ലാൻ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പം ആക്ച്വലി റൂമിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഞാനിങ്ങനെ ഗോളിലേക്ക് നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വ്ളോഗ് ചെയ്യുന്ന പോലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് റിയൽ വ്ളോഗ് തന്നെ എടുക്കാം. കാരണം ഓൾറെഡി ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഫസ്റ്റ് വ്ളോഗായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഞാൻ അങ്ങനെ എടുത്ത് തുടങ്ങിയാണ്. സോ എന്തായാലും ഈ വീഡിയോയിൽ ആക്ച്വലി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാൻ എൻ്റെ കാര്യവും എന്തൊക്കെയോ പറഞ്ഞു, എനിക്കറിയില്ല, എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ തുടങ്ങി. എന്തായാലും വെറുതെ ഒരു വീഡിയോ ആക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ കവർ ചെയ്യാം. സോ it's something that you love me even when I'm wrong. It's something that you love me even if my fault. Fell in love with the machine, fell in love with ya. Baby, when we touch, feels like you want me to take all my love. Something about you, I can't get enough, I can't get enough. Fell in love with the machine, fell in love with ya. Baby, when we touch, feels like you want me to take all my love, all of my love. Something about you, I can't get enough, I can't get enough. Fell in love with the machine, fell in love with ya. സോ ആക്ച്വലി എനിക്ക് ഈ സോങ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഒബ്സസ്ഡ് ആയ ഒരു സോങ്ങാണ്. ഇപ്പം ഞാൻ ഈ പാട്ട് തന്നെ ഒരുപാട് 2 പ്രാവശ്യമൊക്കെ ഞാനിങ്ങനെ കവർ ചെയ്ത് വീഡിയോ എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് 2 പ്രാവശ്യം ഇട്ടിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല. യാ, ദാറ്റ്സ് ഇറ്റ്. സോ ഐ ഹോപ്പ് ഞാൻ അപ്കമിങ് ഡേയ്സിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും. സോ യാ ഗൈസ്, സൈനിങ് ഓഫ്, ബൈ.